ഉപ്പളയിൽ സ്വകാര്യ നിർമ്മാണ കമ്പനി വിൽപ്പന നടത്തിയ ഫ്ളാറ്റുകൾക്ക് ജപ്തി നോട്ടീസ് നൽകി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. 90 കുടുംബങ്ങൾ ആശങ്കയിൽ. കാസർഗോഡ് ഉപ്പളയിൽ സ്വകാര്യ നിർമ്മാണ കമ്പനി വിൽപ്പന നടത്തിയ ഫ്ളാറ്റുകൾക്ക് ജപ്തി നോട്ടീസ് നൽകി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇതോടെ 90 കുടുംബങ്ങൾ ആശങ്കയിലായി. കാസർഗോഡ് ഉപ്പളയിലാണ് 17 കോടി വായ്പാ കുടിശ്ശിക നിർമ്മാണ കമ്പനി അടയ്ക്കുവാനുള്ളത്. ഒരു മാസത്തിനുള്ളിൽ പണമടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ച് KFC നോട്ടീസ് പതിച്ചു. കാരണം ഇനി ഞങ്ങൾ എവിടെ പോകും? അല്ല, ഇവരെ പ്രശ്നമാണ്, അവരെ പ്രശ്നമാണ്. നമ്മളെ ഇവിടെ നമ്മളെന്ത് ഇത് ചെയ്തു തെറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട സ്വന്തക്കാരുണ്ട്, ഇതുപോലെ ഇങ്ങനെയാണ് എന്നുള്ളത്. അത് എന്താ ചെയ്തത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ആദ്യത്തെ എന്ത് എന്നറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, വിഷയം അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ പറയുന്നത് എത്രയോ 17 കോടിയോളം ബാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ ഇവിടെയുള്ള സാധാരണ ആളുകളാണല്ലോ. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത്ര ഏത് എന്തോ ആക്കുന്നത് കേട്ടവർ പുറത്തുനിന്ന് കേട്ടെത്തി. ഞങ്ങൾക്കൊന്നും പറയാൻ ഒന്നും ഞാൻ പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഇത്രയും ഫാമിലീസ് എന്ത് ചെയ്യുന്നുള്ളൊരു ആശങ്കയാണ്. ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും? അതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് പോകുന്ന ഇവിടെ ഒരു മാസം ഉണ്ടാവും, 4-5 മാസം പുറത്തുണ്ടാവും. തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളെ കുട്ടികളെല്ലാം വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകുന്നത്? അതാണ് ഇപ്പോൾ ആശങ്ക. കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ ഉപ്പളയിൽ ദേശീയപാതയോരത്താണ് 12 നിലകളുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയമുള്ളത്. മെഹ്മൂദിനെ പോലെ നിരവധി പ്രവാസികളാണ് ജപ്തി നോട്ടീസ് പതിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായത്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോട്ടീസ് വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരവും അറിയില്ല. ഇതിൻ്റെ ABCയിൽ അറിയില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ പറയാതെ ഇപ്പോൾ നിങ്ങളും വന്ന് മെട്രോറിൽ നമുക്ക് നോട്ടീസ് വന്നു. ഇത് എന്താണ് ഇപ്പോൾ വിവരം ഒന്നും ആശങ്കയാണ്. അപ്പോൾ ഉറപ്പല്ലേ, 100 ആശങ്കയല്ല. എവിടെ പോകും? ഇത് ആൾക്കാർ 1-2 ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇത് 104 ഇതിനുള്ളത് 10-90 ആൾക്കാർ, 90 അപ്പാർട്ട്മെൻറ്റ്സ് ഇന്നലെ ഇറക്കുന്നത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് കെയർടേക്കേഴ്സ് ഇത് ബോധ്യപ്പെടുത്തുന്നില്ല, എന്താ ഇഷ്യൂ എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക്? പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുതലാളികൾ ആൾക്കാർ അവർ തമ്മിൽ പറയുന്നുണ്ട്. അവരും ഒന്നും ഒരു വിവരവും നിങ്ങൾക്ക് വിളമ്പുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് താമസക്കാരാണ്. പക്ഷേ ഇതിൻ്റെ ഓണർമാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓണർമാർക്കേ അവർ അറിയുള്ളൂ. അപ്പോൾ ഇതിന് നല്ലതാണ് ഈ ഓണർമാർ മാത്രമേ പറയാൻ പറ്റൂ. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റേ ഞങ്ങൾ താമസക്കാരാണ്, ഞങ്ങൾക്കാണ് പറ്റുക. ഇതിൻ്റെ ഓണർമാർ എന്തായാലുള്ളത് നമുക്കൊന്നും അതൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇതിന് ബന്ധപ്പെട്ട ഇത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഞങ്ങൾക്ക് ഇവിടെ ഇരിപ്പട് ഞങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളതാണ്. 102 മുറികളിലായി നിലവിൽ 90 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇടത്തരക്കാരായ പ്രവാസികളുടെ കുടുംബങ്ങളാണ് ഭൂരിപക്ഷവും. 2016 നിർമ്മാണ കമ്പനിക്ക് കുടിശ്ശികയായ തുകയാണ് ഇപ്പോൾ ജപ്തിയുടെ രൂപത്തിൽ എത്തി നിൽക്കുന്നത്. 40 ലക്ഷം രൂപ വരെ നൽകിയാണ് ഫ്ളാറ്റുകൾ കുടുംബങ്ങൾ വാങ്ങിയത്. 102 ഫ്ളാറ്റുകളിൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ NOC പോലും ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 100% ആശങ്കയിലാണ് അവിടെയുള്ള എല്ലാ താമസക്കാരും. അതിൽ 1-2 സ്ത്രീകളെ എനിക്ക് ഞാൻ വിളിച്ച് നമ്മൾ ആകെ മാനസിക നില തെറ്റിയിട്ടാണല്ലോ. ഒരു സ്ത്രീ പറഞ്ഞത് സ്വർണത്തിന് 20,000 രൂപ വിലയുള്ളപ്പോൾ വിറ്റിട്ട് ആ കാശ് കൊണ്ടാണ് ഫ്ലാറ്റ് വാങ്ങിയത്. ഇന്ന് വരെ അവർ പേരിലായിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലോൺ എടുക്കാനോ അത് വിൽക്കാനോ അത് വിറ്റിട്ടൊരു വീട് വെക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഇവർ ഈ KFC ലോൺ ഉള്ളിടത്തോളം കാലം ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. NOC കിട്ടുകയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. NOC കിട്ടിയിട്ട് 11 ഫ്ലാറ്റ് മാത്രമാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ വിത്തൗട്ട് NOCയിലാണ്. വിത്തൗട്ട് NOC ചെയ്ത് എല്ലാ ഫ്ലാറ്റുകളും പിടിക്കുന്നതിന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ടീസിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആശങ്ക എന്തെന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ലോൺ ക്ലിയർ ചെയ്തിട്ട് NOC അവർക്ക് കൊടുത്തിട്ട് അവരെ ഏൽപ്പിക്കണം. പൈസ കൊടുത്താൽ പൈസ അവർക്ക് കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം, ആര് താമസക്കാർ ആ പൈസ അവർ കൊടുക്കുന്നില്ലെങ്കിൽ ആ ഫ്ലാറ്റ് അവർ തിരിച്ചു പിടിക്കട്ടെ. ആര് ബിൽഡർ 100% പൈസ കൊടുത്തവർ തലയിൽ ഇത് വെക്കുന്നുണ്ടില്ല. 100% പൈസ കൊടുത്തവർക്ക് അത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ അവർക്ക്. ഈ ലോണിൻ്റെ കാര്യം തന്നെ നമുക്കറിയില്ല. ലാസ്റ്റ് എന്തിലാണ് ഇത് അറിയുന്നത്? ഇത് ആദ്യം അറിയുകയാണെങ്കിൽ ആരും പൈസ കൊടുക്കില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് 2020 ശേഷമാണ് ഈ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് 2013 പണി തുടങ്ങിയതാണ് ഈ ബിൽഡിംഗ്. അപ്പോൾ നമ്മളെ ഏകദേശം നാഷണൽ ഹൈവേയിൽ കോഴിക്കോടിനും മാംഗ്ലൂരിൻ്റെ ഇടയിൽ
ഏറ്റവും അതായത് പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലത്താണ് ഇതുള്ളത്. എത്രയോ നല്ല മാംഗ്ലൂർ മോഡലൊക്കെ ചെയ്യേണ്ട ഒരു ബിൽഡിങ്ങാണത്. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. അതൊക്കെ ചെയ്യാത്തതൊക്കെ നമ്മൾ ഈ ഇൻവെസ്റ്റർ സഹിച്ചു. പക്ഷെ പേരിലാകുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോൾ അവരെ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ 2 ഓണർക്കും വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞായറാഴ്ചൻ്റെ അന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പല പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചിട്ട് ഒന്നും ഒരു തീരുമാനമായിട്ടില്ല, ഈ മീറ്റിങ്ങിൽ എന്തായിരിക്കും തീരുമാനം? അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ പോയ പോലെയല്ല, ഞങ്ങൾ മീഡിയേറ്ററെ വെച്ചിട്ട് 2 കൂട്ടർക്കും പറ്റിയ ഒരു മീഡിയേറ്ററെ വെച്ചിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ എന്തായാലും ഒരു തീരുമാനമാവും. അപ്പോൾ തീരുമാനമായില്ലെങ്കിലോ എന്ന് ചോദിച്ചു. ആവുമെന്ന് പറഞ്ഞു. തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. അതായത് അവരെ വീട്ടിൽ തന്നെ, ബിൽഡറെ വീട്ടിൽ തന്നെ പന്തൽ കെട്ടിയിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ തന്നെ സമരം ചെയ്യാൻ അനിശ്ചിതകാല സമരത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. നിയമപരമായിട്ട് ഞങ്ങൾ മറ്റു വഴികളും നോക്കും. അവരത് ചെയ്ത് തന്നില്ലെങ്കിൽ ഞായറാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര വർഷം ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞായറാഴ്ച വരെ നമ്മൾ വെയിറ്റ്. 2016 കുടിശ്ശികയായ തുക ഇതുവരെ അടക്കാത്ത നിർമ്മാണ കമ്പനി പ്രശ്നപരിഹാരം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഫ്ളാറ്റ് ഉടമകൾക്ക് അതിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നടക്കുന്ന ഉടമകളുമായുള്ള ചർച്ചയിൽ പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുവാനാണ് ഫ്ളാറ്റ് ഉടമ കൂട്ടായ്മയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.